നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണേക്കാളും ഒരു പകുതിയാലും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ ഷുഗർ സിറപ്പിൽ ഇട്ട് എടുക്കുന്ന സമയത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒന്ന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഉപ്പ് കൂടി പോകരുത് കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ പാൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. പാല് കുറേശ്ശെ ചേർക്കുന്നത് കൂടി പോകരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒട്ടുന്ന പരുവാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കയ്യിൽ കുറച്ച് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ മുഴുവൻ ഇതേപോലെ തന്നെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ വെച്ചത്. ഇരുമ്പ് ചട്ടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അധികം ചൂടാകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് ചട്ടി എടുത്തത്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക്